എന്തൊക്കെയാ സുഖമല്ലല്ലോ? എന്ത് സുഖം ചങ്ങായി. കൊറോണയും ലോക്ക്ഡൌണും പോരെയൊന്ന് പുറത്തിറങ്ങാനാന്നില്ല. അതിൻ്റെ കൂടി ഒപ്പം ഇടിവെട്ടിയോന്റെ തല പാമ്പ് കടിച്ചെന്ന് പറഞ്ഞ കൂട്ടത്തിലാന്ന് ന്യൂനമർദ്ദവും ചുഴലിക്കാറ്റും മഴയൊക്കെ. പിന്നെ എന്ത് സുഖം. എല്ലാവരും സുരക്ഷിതമായിരിക്കുക, ജാഗ്രത പാലിക്കുക. വീട്ടിൽ തന്നെ ഇരുന്നോ മാക്സിമം, പുറത്തൊന്നും പോകണ്ട. നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളെ കോണ്ടാക്ട് ആയിട്ട് ബന്ധപ്പെട്ടാണ്, കോണ്ടാക്ട് ലിസ്റ്റ് ആയിട്ട് ബന്ധപ്പെട്ട്. നമുക്ക് കോണ്ടാക്ട് എങ്ങനെ സുരക്ഷിതമായിട്ട് സേവ് ചെയ്യുക? സുരക്ഷിതമായിട്ട് സേവ് ചെയ്യാന്ന് വെച്ചാൽ നമ്മളെ ഫോണിൽ നിന്ന് അത് മിസ്സാകാത്ത രീതിയിൽ, നമ്മളോട് ഡിലീറ്റ് ആയി പോയാലും നമുക്കത് തിരിച്ചു കിട്ടുന്ന രീതിയിൽ എങ്ങനെ സേവ് ചെയ്യുക? അതിന് നമ്മൾ ഗൂഗിൾ അക്കൗണ്ടിൽ സേവ് ചെയ്യണം. അതായത് നമ്മളെ ഗൂഗിൾ അക്കൗണ്ടിലേക്ക് സേവ് ചെയ്യുക. നമ്മൾ കോണ്ടാക്ട് ലിസ്റ്റിൽ നമ്പർ സേവ് ചെയ്യുന്നേരം തന്നെ നമുക്കത് ഗൂഗിളിലേക്ക് സേവ് ചെയ്യാം. അതെങ്ങനെയെന്ന് ഈ വീഡിയോയിൽ നോക്കാം. അത് കൂടാണ്ട് കഴിഞ്ഞ സാറോ ചോദിച്ചിട്ട് നമ്മൾ ഓരോ കോണ്ടാക്റ്റിനും എങ്ങനെ സെപ്പറേറ്റ് പ്രൊഫൈൽ പിക്ചർ കൊടുക്കുക. അതായത് ഉദാഹരണത്തിന് ഞാനിപ്പോൾ എൻ്റെ വൈഫിൻ്റെ കോണ്ടാക്ട് നമ്പർ ആഡ് ചെയ്യുമ്പോൾ വൈഫിൻ്റെ ഫോട്ടോ ആ കോണ്ടാക്റ്റിന്റെ പ്രൊഫൈലിൽ ചേർക്കുക. അപ്പം വിളിക്കുന്നവരൊക്കെ ആ ഫോട്ടോയുടെ ഡിസ്പ്ലേ ആവും, ഇങ്ങോട്ട് വരുന്നവരോ അങ്ങോട്ട് പോകുന്നവരൊക്കെ. അതെങ്ങനെ നമ്മൾ ചെയ്യുക? അപ്പം ഇത് രണ്ടും നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം. അത് നമ്മൾ ആദ്യം കോണ്ടാക്ട് ഓപ്പൺ ചെയ്യാം. ഞാൻ എൻ്റെ കോണ്ടാക്ട് ലിസ്റ്റ് എടുത്ത് ഇനി നമുക്ക് പുതിയൊരു കോണ്ടാക്ട് ആഡ് ചെയ്യുന്നേരം ഇത് രണ്ടും എങ്ങനെ ചെയ്യാൻ നോക്കുക. ഈ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ, അല്ലെങ്കിൽ നമ്മൾ കോണ്ടാക്ട് ആഡ് ചെയ്യാൻ വേണ്ടി എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ മേലെ സേവ് ടു എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ടാവും. ചിലപ്പോൾ താഴെ ഭാഗത്തുണ്ടാകുക. ഓരോ ഫോണിൽ ലൊക്കേഷൻ വ്യത്യാസം ഉണ്ടാവും. ഏതായാലും സേവ് ടു ഗൂഗിളിൽ നിന്ന്, അല്ലെങ്കിൽ സേവ് ടു ഫോണിന്ന്, അല്ലെങ്കിൽ സേവ് ടു സിം എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്താൽ, ഇതിപ്പോൾ ഓൾറെഡി ഗൂഗിൾ അക്കൗണ്ടിലാണ്, നമ്മളെ എവിടെയാ സേവ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിവിടെ കാണിക്കും. നമ്മളെ ഫോണിലുള്ള അക്കൗണ്ടിൽ ഫോണിൽ നിന്നുണ്ടാവും, അല്ലെങ്കിൽ ലോക്കൽ നിന്നുണ്ടാവും. ലോക്കൽ കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഫോൺ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ ഫോണിൽ മാത്രം അത് സേവ് ആവും. ഫോണിൽ നിന്ന് ഫോർമാറ്റ് ആയാലോ ഡിലീറ്റ് ആയാലോ പിന്നെ തിരിച്ച് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അതേ സ്ഥാനത്ത് നമ്മൾ ഏതെങ്കിലും ഒരു ഗൂഗിൾ അക്കൗണ്ടിൽ, നിങ്ങളെ ഫോണിൽ ഒന്നിലധികം ഗൂഗിൾ അക്കൗണ്ട് ഉണ്ടെങ്കിൽ തീർത്ത് ഇവിടെ കാണിക്കും. ഏതെങ്കിലും ഒരു ഗൂഗിൾ അക്കൗണ്ട് സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ ഗൂഗിൾ അക്കൗണ്ട് വെച്ചിട്ട് മറ്റേതൊരു ഫോണിൽ ലോഗിൻ ചെയ്താലും അതിന്റെ കോണ്ടാക്ട് ലിസ്റ്റിലും ഈ സേവ് ചെയ്ത നമ്പർ വരും. അപ്പൊ അത് ഓക്കെ അല്ലേ? ഇനി നമുക്ക് പ്രൊഫൈൽ പിക്ചർ ആഡ് ചെയ്യാൻ. പ്രൊഫൈൽ പിക്ചർ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ കോണ്ടാക്ട് ലിസ്റ്റ് പേര് ആഡ് ചെയ്യുന്നേരം മേലെ ഒരു പ്രൊഫൈൽ ഐക്കൺ കാണും. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഇവിടെ ടേക്ക് എ ഫോട്ടോ എന്നുള്ള ഓപ്ഷനുണ്ട്, ചൂസ് ഫ്രം ഗാലറി എന്നുള്ള ഓപ്ഷനുണ്ട്. അപ്പം നമുക്ക് ഏതെന്നാ വേണ്ടതെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കാം. ചൂസ് ഫ്രം ഗാലറി സെലക്ട് ചെയ്താൽ ഗാലറി ഓപ്പൺ ആവും. അവിടെ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള ഫോട്ടോ സെലക്ട് ചെയ്ത് സെറ്റ് കൊടുത്താൽ മതി. സംഭവം തീർന്നിക്കോ. ഇനി നമ്മൾ ഓൾറെഡി കോണ്ടാക്റ്റിൽ ആഡ് ചെയ്ത ഒരു കോണ്ടാക്റ്റിന് എങ്ങനെ പ്രൊഫൈൽ പിക്ചർ കൊടുക്കുക അത് നമുക്ക് നോക്കാം. കോണ്ടാക്ട് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തിട്ട് എഡിറ്റ് കൊടുക്കുക. എഡിറ്റ് കോണ്ടാക്ട് കൊടുക്കുക. എഡിറ്റ് കോണ്ടാക്ട് കൊടുത്താൽ നമുക്ക് ഇവിടുന്ന് പ്രൊഫൈൽ പിക്ചർ ആഡ് ചെയ്യാം. ഇനി നമ്മൾ ഫോണിൽ മൊത്തം കോണ്ടാക്ട് ആഡ് ചെയ്ത ഫോണിലാന്ന് ഒന്നും ഗൂഗിൾ അക്കൗണ്ടിലേക്ക് സേവ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? നിങ്ങൾ സേവ് ചെയ്യുക, എക്സ്പോർട്ട് ഇമ്പോർട്ട് ഒന്നും ചെയ്യണ്ട. ഡയറക്റ്റ് ഗൂഗിൾ അക്കൗണ്ടായിട്ട് സിങ്ക് ചെയ്ത് കൊടുത്താൽ മതി. അതിനെന്താ ചെയ്യേണ്ടേ? നിങ്ങളെ ഫോണിന്റെ സെറ്റിംഗ്സ് എടുക്കുക. സെറ്റിംഗ്സ് എടുത്തിട്ട് അക്കൗണ്ട്സ് എടുക്കുക. അക്കൗണ്ട്സ് ആൻഡ് സിങ്ക് എന്നുള്ളത് എടുത്തിട്ട് അവിടെ ഗൂഗിൾ സെലക്ട് ചെയ്യുക. നമ്മൾ ഏത് അക്കൗണ്ടിലേക്കാണോ സേവ് ചെയ്യേണ്ടത് അതിൽ കോണ്ടാക്ട് സിങ്ക് ചെയ്ത് കൊടുക്കുക. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ കോണ്ടാക്ട് ലിസ്റ്റിലുള്ള മുഴുവൻ കോണ്ടാക്റ്റും ആ മെയിൽ ഐ ഡിയിലേക്ക് സിങ്ക് ആവും. നമ്മൾ വേറൊരു ഡിവൈസിൽ ലോഗിൻ ചെയ്യുന്ന നേരം ആ കോണ്ടാക്ട് തീർത്ത് ആ ഡിവൈസ് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരം തോന്നിക്കേണ്ട ചങ്ങായിമാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇഷ്ടപ്പെട്ടിട്ട് ഒരു ലൈക്കും കൊടുത്തേക്ക്, പാവം ഒരു ബൂസ്റ്റ് ആയിക്കോട്ടെ. നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ല സെഗ്മെന്റ് കാണാം. നിങ്ങളെ സ്വന്തം മുത്തൂസ് മെപ്പയൂർ. താങ്ക് യു സോ മച്ച്.